രാഹുൽ എംപിയുടെ വ്യാജ വോട്ട് ആരോപണം തള്ളി കൂടുതൽ വോട്ടർമാർ രംഗത്ത്. താൻ ഒരു വോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന ആരോപണത്തിൽ ഉൾപ്പെടെ ഹരിയാനയിലെ വോട്ടർമാർ. ചരൺജിത്ത് കൗർ 223 തവണ വോട്ട് ചെയ്തു എന്നായിരുന്നു ആരോപണം. പട്ടികയിൽ തന്റെയും 10 കുടുംബാംഗങ്ങളുടെയും ഫോട്ടോ തെറ്റിയതാണ് എന്ന് മറ്റൊരു വോട്ടറും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, കഴിഞ്ഞ ദിവസം തന്നെ സ്വീറ്റി ഒപ്പം ബ്രസീലിയൻ മോഡൽ ഇവരെല്ലാം തന്നെ നേരിട്ട് എത്തി ഇതെന്ത് ഭ്രാന്താണ് എന്ന് ചോദിച്ചിരുന്നു. ഇതിനെല്ലാം ഒടുവിൽ കൂടുതൽ വോട്ടർമാർ എത്തുന്നു എന്നുള്ളതാണ്. രാഹുലിന്റെ നനഞ്ഞ പടക്കം വീണ്ടും വീണ്ടും പൊളിഞ്ഞടുങ്ങുകയാണല്ലോ. രാഹുൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ, അതായത് ഹരിയാനയിലെ വ്യാജ വോട്ടർമാർ 10ൽ 8 എണ്ണവും വ്യാജ വോട്ടർമാരാണ് എന്നുള്ള രാഹുലിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വോട്ടർമാർ, അതായത് ഈ ചരൺജിത്ത് കൗർ എന്ന് പറയുന്ന സ്ത്രീ. അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ ഈ ഫോട്ടോ 233 തവണ ആവർത്തിച്ചിരിക്കുന്നു. എന്നാൽ വോട്ടർ പട്ടികയിൽ ഈ ഫോട്ടോ ആവർത്തിച്ചെങ്കിലും പേരുകളും മേൽവിലാസവും അതേപോലെ തന്നെ നമ്പറും ഒക്കെ തന്നെ മറ്റുള്ളവരുടെയാണ്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ഇവർ പരാതിപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇവർ വ്യക്തമാക്കുന്നത് രാഹുലിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ്. 233 തവണ വോട്ടർ പട്ടികയിൽ തന്റെ ഫോട്ടോ വന്നെങ്കിലും താൻ ഒരു തവണ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതേപോലെ തന്നെ തന്റെ 10 കുടുംബാംഗങ്ങളുടെയും ഫോട്ടോ തെറ്റായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് ചില സാങ്കേതിക പിഴവിലൂടെ ഉണ്ടായ കാര്യങ്ങൾ, അത് സാങ്കേതിക പിഴവാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവിന് കൃത്യമായി അറിയാമെങ്കിലും അതിനെ രാഷ്ട്രീയമായി കലർത്തിക്കൊണ്ട് രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യതയെ തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതാണ്ട് 2 കോടിയിലധികം വോട്ടർമാർ വ്യാജമാണ് എന്നുള്ളതായിരുന്നു ഹരിയാനയിൽ രാഹുലിന്റെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ വസ്തുതകൾ അതല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തേക്ക് വരുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ചരൺജിത്ത് കൗറിന്റെ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ പ്രതികരണം. ഇത് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നും അവർ വ്യക്തമാക്കുന്നു. അതേസമയം ഈ സാങ്കേതിക പിഴവ് മാത്രമാണ്. മറ്റ് പല വാർഡുകളിലും തന്റെ ഫോട്ടോ ഇതേപോലെ തന്നെ സമാനമായി വന്നിട്ടുണ്ട്. 255 വോട്ടർമാരുടെ പേരിനൊപ്പമാണ് ഈ ചരൺജിത്ത് കൗറിന്റെ ഫോട്ടോ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ 233 തവണ വോട്ട് ചെയ്തു എന്നുള്ളതായിരുന്നു രാഹുൽ പ്രധാനമായി ഇവർക്കെതിരെ ഉന്നയിച്ച ആരോപണം. എന്നാൽ ഇതെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. രാഹുലിന്റെ ആരോപണങ്ങൾക്ക് യാതൊരുവിധ തെളിവുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പുലബന്ധങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകേണ്ടിയിരിക്കുന്നത്.